കന്യാമറിയമാണത്. കന്യാമറിയത്തിൻ്റെ ഉണ്ണിയായിരിക്കുന്ന കന്യാമറിയം. അതായത് നമ്മുടെ കഴിഞ്ഞ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മത്തിരുന്നാളെ ആഘോഷിച്ചല്ലോ. അപ്പോൾ അതിൽ സാധാരണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന മാതാവിൻ്റെ ജനനത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇത്. ചെറിയ മറ്റേ നമ്മുടെ ഇൻഫന്റ് ജീസസ് ആട്ടോ. സ്രോതത്തിലേക്ക് കരകയറുന്ന മാതാവാണ്. അസംഷൻ മേരിയാണ് അത്. ഇത് നമ്മുടെ ആർക്കേഞ്ചൽ, അതായത് സെന്റ് മൈക്കിൾ എന്ന് പറയുന്ന രൂപമാണത്. അതിന്റെ ഇമ്പോർട്ടഡ് ആണിത്. ഇമ്പോർട്ടഡ് രൂപമാണത്. ഇത് രണ്ടിനും പ്രൈസ് വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടഡിന് റേറ്റ് കൂടും. ഇത് ലോക്കലാണ്. ഇത് കുരിശിന്റെ ഒരു മരത്തിൽ കുത്തിരിക്കുന്ന ഒരു രൂപമാണ്. ഇത് ഹാൻഡ് മെയ്ഡാണിത്. കൈ കൊണ്ട് കുത്തിരിക്കുന്ന മരം, ഒറ്റ മരത്തിൽ കുത്തിരിക്കുന്ന ഒരു രൂപമാണിത്. ഇതൊരു മറ്റൊരു മോഡലാണ്. വേറൊരു മോഡലാട്ടോ. ഇത് ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണ. ഇത് എത്ര റേറ്റ് തന്നെ? ഇത് വരുന്നത് 1750 രൂപ റേഞ്ച് തന്നെ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ബൈബിളുടെ ഒരു വെറൈറ്റികളാണ്. ഇത് പരിഷ്കരിച്ച ബൈബിള്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈബിളാണത്. നമ്മൾക്കിപ്പോൾ ബൈബിളിനെ, നമ്മുടെ നിലവിലുള്ള ബൈബിളിനെ പരിഷ്കരിച്ച് ഇറങ്ങിയ പതിപ്പാണ്. അതിന് കൂടെ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമുക്ക് രൂപങ്ങളുണ്ട്. രൂപങ്ങൾ നോക്കാം. ഇത് സ്റ്റാൻഡ് ടൈപ്പ് രൂപങ്ങളാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ മറ്റേ നമ്മുടെ റൂമുകളിൽ വെക്കാവുന്ന ചെറിയ രൂപങ്ങളാണ്. സ്റ്റാൻഡോട് കൂടി വെക്കാവുന്ന, നമ്മുടെ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ രൂപങ്ങളാട്ടത്. ഇതൊക്കെ എത്ര റേറ്റ് തന്നെ? ഇതൊക്കെ ഒരു 450 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ. പിന്നെ ഇത് ഡിവൈൻ മേഴ്സി, ഒരടിയുടെ ഡിവൈൻ മേഴ്സി. പിന്നെ ഇത് മറ്റേ ഫാത്തിമ മാതാവ്, ഡിവൈൻ മേഴ്സി. ഇത് തെരേസ, അത് ലിറ്റിൽ ഫ്ലവർ. ഇതൊക്കെ മറ്റേ ഹോളി ഫാമിലിയുടെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഐവറി കളർ ഒക്കെ ആയിട്ട് ഒത്തിരി വെറൈറ്റി ഉണ്ട്. രൂപങ്ങളുണ്ട് ഇവിടെ. ഇത് ചെറിയ മറ്റേ നമ്മുടെ ഇൻഫന്റ് ജീസസ് ആട്ടോ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇതൊരു 170 രൂപ റേഞ്ച്. ഇമ്പോർട്ടഡ് ആണ്. ഇതൊക്കെ ലോക്കലല്ല, ഇമ്പോർട്ടഡ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് രൂപങ്ങളാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ്. ഇതിന്റെ തന്നെ ചെറുതാണോ? അതെ. ചെറുത്. ഇത് സ്രോതത്തിലേക്ക് കരകയറുന്ന മാതാവാണ്. അസംഷൻ മേരിയാണ് അത്. അസംഷൻ മേരി ആണ്. അതെ അസംഷൻ മേരിയാണ്. ഇത് ഇമാക്കുലേറ്റ് ആണ്. നല്ല എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. ഇത് മറ്റേ SH സേക്രഡ് ഹാർട്ട് ആണ്. അതിന്റെ ചെറുതും വലുതൊക്കെ ഉണ്ട്. എല്ലാ സൈസും ഉണ്ട്. നമുക്ക് എല്ലാ സൈസും കൂടെ ഉണ്ട് രൂപങ്ങള്. ഇതൊക്കെ ഒരേ സെന്റ് ജോസഫ് ആണ്. എല്ലാം കവർ ചെയ്യുന്നത്. കാരണം നമുക്ക് ആൾക്കാർ ഒരുപാട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് കവർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതുണ്ട്. പിന്നെ അവിടെ ഇത് നമ്മുടെ ആർക്കേഞ്ചൽ, അതായത് സെന്റ് മൈക്കിൾ എന്ന് പറയുന്ന രൂപമാണത്. അതിന്റെ ഇമ്പോർട്ടഡ് ആണിത്. ഇമ്പോർട്ടഡ് രൂപമാണത്. ഇത് രണ്ടിനും പ്രൈസ് വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടഡിന് റേറ്റ് കൂടും. ഇത് ലോക്കലാണ്. ഇന്ത്യൻ ഐറ്റം ആണത്. ഇതാകുമ്പോൾ നമുക്കൊരു 630 രൂപ ആ റേഞ്ചിലേക്ക് നിൽക്കും. ഇതാവുമ്പോൾ നമുക്കൊരു 800 പോകും. വ്യത്യാസമുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഉണ്ട്. ക്വാളിറ്റിയിലുണ്ട്. അതിന്റെ ഫിഗറിന്റെ ഇതുണ്ട്. ഡീറ്റെയിൽ അത്ര നല്ല ഡീറ്റെയിൽ രൂപമാണത്. പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ ഒല്ലൂര് മാലാഖ എന്ന് പറയുന്ന റാഫേൽ മാലാഖ. റാഫേൽ മാലാഖയുടെ ഒത്തിരി രൂപങ്ങൾ ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്. റാഫേൽ മാലാഖയുടെ രൂപങ്ങൾ അത്ര അവൈലബിൾ അല്ല, പക്ഷെ നമ്മുടെ അടുത്തുണ്ട് റാഫേൽ മാലാഖ. അതിന്റെ ചെറുത് നമുക്ക് കാറിൽ വയ്ക്കുന്നത് കാറിൽ വയ്ക്കാം. വലിയ നമ്മുടെ ടേബിളിൽ വയ്ക്കണമെങ്കിൽ ടേബിളിൽ വയ്ക്കാവുന്ന ചെറിയ റാഫേൽ മാലാഖയുടെ. ഇത് സെന്റ് മൈക്കിളിന്റെ ചെറിയ രൂപങ്ങൾ. സെന്റ് മൈക്കിളിന്റെ ഇത് ഏഞ്ചൽസ് ആണ്. നമ്മുടെ പ്രയർ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈകൂപ്പി നിൽക്കുന്ന ഏഞ്ചൽസ് ആണ്. ഏഞ്ചൽസിന്റെ വെറൈറ്റി കുറെ കളക്ഷൻസ് ഉണ്ട്. അതെ, ഏഞ്ചൽസ് അങ്ങനെ ഒത്തിരി കൊച്ചു ഏഞ്ചൽസ് തുടങ്ങി. ഇത് മാതാവാണ്. നമ്മുടെ കന്യാമറിയമാണത്. കന്യാമറിയത്തിൻ്റെ ഉണ്ണിയായിരിക്കുന്ന കന്യാമറിയം. അതായത് നമ്മുടെ കഴിഞ്ഞ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മത്തിരുന്നാളെ ആഘോഷിച്ചല്ലോ. അപ്പോൾ അതിൽ സാധാരണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന മാതാവിൻ്റെ ജനനത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് നമ്മുടെ ഇവിടെ അത്രയും അവൈലബിൾ. ഇത് ശരിക്കും ഞാൻ നമ്മുടെ ഹൈദരാബാദിൽ ഒരു സെന്റ് ഫ്രാൻസിസ് സ്കൂളുണ്ട്. അവിടെ ഒരു കോൺവെന്റിൽ അവർ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മാതാവിൻ്റെ ഒറിജിനൽ സാധനമുണ്ട്. അതിൻ്റെ ഇത് സെയിം ആണ്.
ഇത് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ഇതാണ്, ഒരു മാതാവിൻ്റെ ഒരു രൂപമാണത്. ഇത് അവിടെ ഈ ഹൈദരാബാദിൽ അവരുടെ പള്ളിയിൽ ഇത് ഈ മാതാവ് ഇരിക്കുന്ന പള്ളിയിൽ വിശുദ്ധ ശരീരം ബ്ലഡ് വന്ന ഒരു ചരിത്രം ഞാൻ അവിടെ പോയിട്ടുണ്ട്, ആ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇത് എത്രയാണ് പ്രൈസ് വരുന്നത്? ഇത് ഇമ്പോർട്ടഡ് ആണത്. ഇത് വരുന്നത് 300 രൂപയോളം. 300 രൂപ പ്രൈസ്. മാതാവിന്റെ രൂപമാണ്, ഉണ്ണിയായ മാതാവിന്റെ രൂപമാട്ടത്. അതിന്റെ രൂപങ്ങൾ ഇവിടെ ഉണ്ട്. വേണ്ടവർ ഇത് വേഗം തന്നെ നമ്മുടെ സെന്റ് മേരീസ് ബുക്ക് സ്റ്റാളിൽ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഇതൊക്കെ കുഞ്ഞു മാലാഖമാരാണ്, കുഞ്ഞു മാലാഖമാരുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് അടുത്തത് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഇത് ലാസ്റ്റ് സപ്പർ നമ്മുടെ ടേബിളിൽ വെക്കാം, നമ്മുടെ പ്രയർ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് റൂമിലൊക്കെ വെക്കാവുന്ന ലാസ്റ്റ് സപ്പറാണ്. ഇത് കുരിശിന്റെ ഒരു മരത്തിൽ കുത്തിരിക്കുന്ന ഒരു രൂപമാണ്. ഇത് ഹാൻഡ് മെയ്ഡാണിത്. കൈ കൊണ്ട് കുത്തിരിക്കുന്ന മരം, ഒറ്റ മരത്തിൽ കുത്തിരിക്കുന്ന ഒരു രൂപമാണിത്. ഇതൊരു 4600 രൂപ റേഞ്ച് വരുന്നത്. മാനുവലായിട്ട് കുത്തിരിക്കുന്നത്, ഹാൻഡിക്രാഫ്റ്റ് ആണ്. ഹാൻഡ്ക്രാഫ്റ്റിൽ കുത്തിരിക്കുന്നതാണിത് ആ രൂപം. പിന്നെ ഇവിടെ ഒത്തിരി 1 അടി 1.5 അടി 2 അടി വേളാങ്കണ്ണി മാതാവ്. ഇതൊരു 500 രൂപ 600 രൂപ റേഞ്ച് വരുന്ന മാതാവാണ്. ഇത് പ്ലാസ്റ്റർ പാരീസിന്റെ ആണ്. ഇതിന്റെ വേറെ നല്ല മെറ്റീരിയൽ വേറെ ഉണ്ട്. ഇത് ലാസ്റ്റ് വേറെ വെറൈറ്റി ആണ്. ഇത് ഐവറി, അത് കളർഫുൾ ആയിട്ടുള്ളത്. ഇത് അതെ, സെന്റ് ജോസഫ്, SH, അങ്ങനെ പല പല രൂപങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇതിൽ നമ്മുടെ വീടുകളിലേക്ക് പറ്റുന്ന എല്ലാ ടൈപ്പ് രൂപങ്ങളും നമുക്ക് ഇവിടെ കുറെ. ഇത് SH തന്നെ, സെക്രട്ടറി ആർട്ട് തന്നെയാണ്. സെക്രട്ടറി ആർട്ടിന്റെ ഐവറിയാന്ന് തോന്നുന്നു. ഐവറി ഗോൾഡ് ഐവറല്ല, ഗോൾഡാണ്. ഗോൾഡാണത്. പിന്നെ അതിന്റെ കുഞ്ഞു ഇത് ഈ രൂപങ്ങൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ വീടുകളിൽ വയ്ക്കുന്ന 2 അടി രൂപങ്ങള്. 2 അടിയുടെ രൂപങ്ങളാണ് ഇത്. അതില് 1.5 അടിയുടെ ഹോളി ഫാമിലി. ഇത് ഹോളി ഫാമിലി. അത് ഹോളി ഫാമിലി. ഇത് 1.5 അടി രൂപങ്ങളാണ്. ഇത് ഗോൾഡ്, അത് ഗോൾഡ് ഷെയ്ഡാണ്. ഇപ്പുറത്ത് കളർഫുൾ ആയിട്ടുള്ളത് ഐവറി, അത് 1.5 അടി രൂപമാണ്. ഇതൊക്കെ എല്ലാം 1.5 അടി രൂപങ്ങളാണ്. താഴെ കാണുന്നത് എല്ലാം 15 ഇഞ്ചിന്റെ രൂപങ്ങളാണ്. ഇതൊക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണം? ഇതൊക്കെ 2200 ആണ്. നമുക്ക് പാർട്ടികൾ വരുമ്പോ അതിന് ഡിസ്കൗണ്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ 1200 ആണ് നമുക്ക് ഡിസ്കൗണ്ട് ഇത് കൊടുക്കുന്നുണ്ട്. 1100 ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. 3 രൂപ എടുക്കുന്നവർക്കൊക്കെ പരമാവധി കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് 1000 രൂപയുടെ രൂപങ്ങളാണ്. നമുക്ക് 3 രൂപകൾ എടുക്കുമ്പോൾ പരമാവധി നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൊരട്ടിമുത്തിയാണിത്. നമ്മുടെ കൊരട്ടിമുത്തിയുടെ പെരുന്നാള് വരാൻ പോവാണ് ഒക്ടോബറിൽ. കൊരട്ടിമുത്തിയുടെ ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് വരുന്ന രൂപമാണ്. 8 ഇഞ്ച് 9 ഇഞ്ച് വരുന്ന രൂപങ്ങളാണ്. ഇതൊക്കെ എത്ര റേറ്റ് തന്നെ? ഇത് വലിയ റേറ്റ് വരുന്നില്ല. ഇതൊരു നമുക്കൊരു 520 രൂപ ആ റേഞ്ചൊക്കെ വരണം. 500 രൂപ ആ റേഞ്ച് വരുന്നത്. പിന്നെ ഇത് സ്റ്റിക്കേഴ്സ് ആണ്. ഇത് സ്റ്റിക്കേഴ്സ് ആണ്. അത് എല്ലാ സെയിൻസിന്റെ സ്റ്റിക്കറുകൾ കൂടെ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഡോറിൽ വെക്കുന്ന, ഡോറിലൊക്കെ വെക്കുന്ന ഹാങ്ങിങ്, മറ്റേ ഡോറിൽ വെക്കുന്ന നമ്മുടെ സ്റ്റിക്കേഴ്സ് ആണ്. സ്റ്റിക്കേഴ്സ് ആട്ടോ ഇത്. പിന്നെ ഇതില് നമ്മുടെ മറ്റേ ഹോളി സ്പിരിറ്റ് ആണ്. ഹോളി സ്പിരിറ്റിന്റെ ഒത്തിരി സൈസുകളും ഒത്തിരി വെറൈറ്റിയും ഉണ്ട്. ഇമ്പോർട്ടഡ് ഉണ്ട്, ഇന്ത്യനും ഉണ്ട്. ഹോളി സ്പിരിറ്റിന്റെ രൂപങ്ങളാണ്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ കുന്തിരിക്കം പോയിക്കാനുള്ള ഐറ്റം ആണത്. ഇത് വീടുകളിൽ കുന്തിരിക്കം പോയിക്കാനുള്ളതാണ്. ഇത് വീടുകളിൽ നമ്മൾ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, അതിന്റെ ചെറുതാണ്. പള്ളികളിൽ വെക്കുന്നത് വേറെ എവിടെയുണ്ട്. നമുക്ക് ഇത് വീടുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് കുറഞ്ഞ ഐറ്റം ഒക്കെ ആണ്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇത് കുറച്ച് നല്ല ഐറ്റം ആണ്. ഇത് പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് 700 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ ഒരു 140 രൂപ റേഞ്ച് വരണം. 140 ഇത് വരണം. വീടുകളിലേക്ക് കുന്തിരിക്കാൻ പോകാനൊക്കെയുള്ള അതല്ല, അതിന്റെ ഇലക്ട്രിക് ഉണ്ട്. ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇലക്ട്രിക്. ഇതാണ് അതിന്റെ ഇലക്ട്രിക്. ഇതിൽ കുന്തിരിക്ക ഇടാം. എന്നിട്ട് ഈ പ്ലഗിൽ കുത്താം. ഇതിൽ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ
അത് ചൂടാവും. ചൂടാവും. അപ്പോൾ ഇതിൽ കുന്തിരിക്കത്തിന്റെ സ്മെല്ല് നമുക്ക് അത് എത്ര റേറ്റ് തന്നെ? ഇതാവുമ്പോ ഒരു 315 രൂപ റേഞ്ചാണ് വരുന്നത്. നമ്മൾ തീക്കണ്ണിലൊന്നും ഉണ്ടാക്കണ്ട, ഒന്നും വേണ്ട. അതിലിട്ട് കൊടുത്താൽ മതി. അതിലിട്ട് കൊടുത്താൽ മതി. ചോണാക്കി കഴിഞ്ഞാൽ കുന്തിരിക്കത്തിന്റെ സ്മെല്ല് നമുക്ക് റൂം മൊത്തം നിറഞ്ഞു. അത് ഇവിടെ നല്ല ഒരു കുരിശുമരണത്തിന്റെ ഉണ്ട്. പിന്നെ ഇത് ലൈറ്റിന്റെ LED ലൈറ്റുകളുടെ ഇതാട്ടോ, ലാസപ്പറിന്റെ LED. അത് ഓയിൽ പെയിന്റ് ചെയ്ത ഒരു ഇതാന്ന് തോന്നുന്നില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഡിവൈൻ മേഴ്സി ആണത്, ലൈറ്റിന്റെ ആണത്, ലൈറ്റുള്ള നല്ല ലൈറ്റും ആണത്. ഇത് ഒത്തിരി വേറൊരു എല്ലാ LED ലൈറ്റുകളാട്ടോ. ഇതുണ്ട്. ഇതൊക്കെ നമുക്ക് വീടുകളിലൊക്കെ വെക്കാവുന്ന ചെറിയ ആൾക്കാരുടെ സൗകര്യത്തിന് അനുസരിച്ചുള്ള ചെറിയ സൈസുകൾ. ഇതിന്റെ ഒരു 4-5 സൈസ് ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഒരു ഇത് ഒരു 1.25 അടി 1 അടി വീതിയാണ് ഇതുള്ളത്. 1 അടി വീതിയും ഒരു 1.5 അടി ലെങ്ത്തും ഉള്ളതാണ്. ഇതിന്റെ റേറ്റ് എത്ര തന്നെ? ഇതിന്റെ വരുന്നത് 1700 രൂപ വരുന്നുള്ളൂ. 1700 ആട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ലൈറ്റും ഉണ്ട്. നിങ്ങൾക്ക് ഇതൊരു മറ്റൊരു മോഡലാണ്, ലാസപ്പറിന്റെ വേറൊരു മോഡലാട്ടോ. ഇത് ലൈറ്റൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണ ലാസ്റ്റ്. ഇത് എത്ര റേറ്റ് തന്നെ? ഇത് വരുന്നത് 1750 രൂപ റേഞ്ച് തന്നെ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്ത ഒരു രൂപമാണ് കേട്ടോ. ഇത് യേശുവിന്റെ രൂപം. 1100 രൂപയുള്ളൂ. ലൈറ്റിന്റെ തന്നെയാണത്. ലൈറ്റിന്റെ തന്നെ 1100 രൂപയുടെ കേട്ടത്. ഇത് നമുക്ക് അടുത്തത് നോക്കാം. മിഹായിലിന്റെ രൂപം വീടിന്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കാവുന്ന ചെറിയ രൂപമാണ്. ലൈറ്റുള്ള രൂപമാണ്. വീടിന്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ മികായലിന്റെ നല്ല നല്ല അടിപൊളി ലൈറ്റുള്ളൊരു രൂപമാണ് ഇത്. ഇതിനും 1100 ആ റേഞ്ച് വരണം. ആ റേഞ്ചാണ് റേറ്റ്. ഇതിന്റെ ലൈറ്റിന്റെ ഒത്തിരി സൈസിലും ഒത്തിരി വെറൈറ്റിയിലും അതെ അവിടെ ഉണ്ട്. ഇവിടെ ഇത് ഫുള്ള് ഫുള്ള് സെക്ഷൻ ഇരിക്കുന്ന ഫുള്ള് ലൈറ്റ് കത്തുന്ന രൂപങ്ങളാണ്. ഇത് എല്ലാം ലൈറ്റ് കത്തുന്നതല്ലേ? അതെ അതെ, എല്ലാം ലൈറ്റ് കത്തുന്നത്. എല്ലാം പല പല സൈസുകളിലും പല പല രൂപങ്ങളിലും ലൈറ്റ് കത്തുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. പല പല ക്രിസ്തുരാജൻ ഇത് ലൈറ്റ് കത്തുന്നതാണ്. ഇത് ലൈറ്റ് കത്തുന്ന കേട്ടോ. അത് ക്രിസ്തുരാജന്റെ രൂപം നല്ല അടിപൊളി ഒരു രൂപമാണ് ക്രിസ്തുരാജന്റെ. അങ്ങനെ ലൈറ്റ് കത്തുന്ന രൂപങ്ങൾ. പിന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഇത് ഗിഫ്റ്റ് എടുക്കാവുന്നതും വീടുകളിൽ നമുക്ക് എത്തിക്കാവുന്ന ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് ആണ്. ഇതിനുള്ളിൽ ക്യാൻഡിൽ ഉണ്ട്. ഇത് എത്ര റേറ്റ് പറഞ്ഞത്? ഇത് 75 രൂപ റേഞ്ചാണ് വരുന്നത്. ഇവിടെ ഗോൾഡന്റെ ഉണ്ട്, ഇത് സിൽവറിന്റെയും ഉണ്ട് കേട്ടോ. ഇവിടെ പല പല വെറൈറ്റീസ് ഉണ്ട്. ഇത് ക്യാൻഡിൽ സ്റ്റാൻഡുകളാണ്. ഇവിടെ തന്നെ ക്യാൻഡിൽ സ്റ്റാൻഡാണ്. ഇത് ഉള്ളിലൊക്കെ തിരികെത്തിക്കാവുന്ന സ്റ്റാൻഡുകളാണ്. ഇതും ക്യാൻഡിൽ സ്റ്റാൻഡാണ്. ഇതില് കുഞ്ഞു കുഞ്ഞു ഹാൻഡിൽ സ്റ്റാൻഡുകൾ ഇതുണ്ട്. പിന്നെ ഇതിൽ കുരിശുണ്ടല്ലോ റോസറിയുടെ. ഇത് ഹാൻഡിൽ കത്തിക്കുമ്പോൾ ഇതിലെ കുരിശ് എടുത്ത് കാണിക്കും. ഇതിൽ കൂടെ ലൈറ്റ് കടന്നു വരും. ഈ കുരിശിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കടന്നു. ഇത് ഗ്ലോബ് ടൈപ്പ് ക്യാൻഡിൽ സ്റ്റാൻഡ് ആണത്. ഗ്ലോബ് ടൈപ്പ് ക്യാൻഡിൽ സ്റ്റാൻഡ് ആണ്. ഇത് ഒരു ഗോൾഡൻ ഫിനിഷ് ഉള്ള ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് ആണത്. ഗോൾഡൻ ഫിനിഷ് ഉള്ള ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അവിടെ. അതെ, പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ ക്യാൻഡിൽ സ്റ്റാൻഡുകളാണ്. വീടുകളിൽ 2 വെക്കാൻ പറ്റിയ ക്യാൻഡിൽ സ്റ്റാൻഡുകളാണ്. ഇത് ഓയിൽ ലാമ്പാണത്. ഈ എണ്ണയും വെള്ളം ഒഴിച്ച് കത്തിക്കാവുന്ന ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് ആണത്. ഓയിൽ ലാമ്പ് എന്ന് പറയും. അതിന് ഉപയോഗിക്കുന്ന ക്രാക്ക് ആണത്. ഈ ഓയിൽ ലാമ്പിൽ ഉപയോഗിക്കുന്ന ക്രാക്ക്. ഇത് ഉപയോഗിച്ചാലാണ് ഇത് നമുക്ക് ഈ ഓയിൽ ലാമ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നേരെ തിരി വെച്ച് കത്തിക്കാവുന്ന മറ്റേ ഓയിൽ ലാമ്പാണത്. നമ്മുടെ സാധാരണ മറ്റേ എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ തിരി കോർത്തിട്ട് ഇതിനകത്ത് തിരിച്ചു കയറ്റാം. തിരിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്ത് തിരി കത്തിച്ചാൽ നമ്മുടെ നിലവിളക്കിന് ഉപയോഗിക്കുന്ന തിരിയില്ലേ, ആ തിരിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എണ്ണ ഒഴിക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട, നേരെ എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത്. അങ്ങനത്തെ ക്യാൻഡിലിന്റെ ഓയിൽ ലാമ്പുകളുടെ അതും ഓയിൽ ലാമ്പ് തന്നെയാണ്. അത് നമുക്ക് ഫാൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കെടാത്ത രീതിയിലാണ്. ഇത് ഫുൾ മറ്റേ പാക്കഡ് ആണ്. ഇത് ചില്ലാണത്. ഇത് ഇവിടെ ചില്ലാന്ന് തോന്നുന്നില്ല.
നമുക്കിപ്പോൾ കാറ്റുണ്ടെങ്കിലും അതൊന്നും കേടില്ല. അതിന് പറ്റിയ ഓയിൽ ലാമ്പുകളാണ് ഇത് വരുന്നത്. അങ്ങനെ ഓയിൽ ലാമ്പുകളുടെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ക്രിസ്റ്റലിന്റെ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ, ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ക്രിസ്റ്റലിന്റെ ഉണ്ട് കേട്ടോ. പല ടൈപ്പുകൾ ക്രിസ്റ്റലിന്റെ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്. പിന്നെ ഇത് രൂപങ്ങളാണ്, ക്രിസ്റ്റലിന്റെ രൂപങ്ങളുണ്ട് കേട്ടോ. അവിടെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ക്രിസ്റ്റൽ രൂപങ്ങളുണ്ട്. ഇത് നല്ല വെറൈറ്റി ക്രിസ്റ്റൽ സ്റ്റാൻഡുകൾ. ഇത് കാസയുടെ രൂപം, പിന്നെ കാസ പീലാസ, പിന്നെ നമ്മുടെ അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. കാസ പീലാസ ഇതൊക്കെ പള്ളികളിലേക്ക് വീട്ടിലേക്ക് വാങ്ങി വെക്കാം. മറ്റേ നമ്മുടെ തിരുശേഷിപ്പ് വെക്കാനൊക്കെ ആയിട്ട്, ആയിട്ടുള്ളതാണ്. പിന്നെ ഇതെല്ലാം ഇമ്പോർട്ടഡ് രൂപങ്ങളാണ്, ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന രൂപങ്ങൾ, പല പല രൂപങ്ങൾ. മാതാവിന്റെ വലിയ രൂപങ്ങള് അതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുരിശിന്റെ ഒത്തിരി വെറൈറ്റി വീടുകളിൽ വെക്കാവുന്ന കുരിശുകളുടെ വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ. കുരിശുകൾ പല പല കുരിശുകളുണ്ട്. ഇതുണ്ട്. ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? ഇതൊക്കെ ഒരു 75 രൂപ, 85 രൂപ, 95 രൂപ അങ്ങനെ തുടങ്ങിയൊരു 500-600 വരെ ഉള്ള വെറൈറ്റികളുണ്ട്. മരത്തിന്റെ ഉണ്ട്, മെറ്റലിന്റെ ഉണ്ട്. മെറ്റലിന്റെ കുരിശുകൾ നോക്കിക്കഴിഞ്ഞാൽ താഴെയുണ്ട് മെറ്റൽ കുരിശുകൾ. പല പല വെറൈറ്റി കുരിശുകളുണ്ട്. ഇതൊക്കെ ഇത് നല്ല ഇതൊക്കെ ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. 690 അതിന്റെ ബേസ് അടക്കം ഉണ്ട്. ഇത് സ്റ്റാൻഡ് ആണത്. അതിന്റെ സ്റ്റാൻഡ് അടക്കം വെക്കാൻ പറ്റിയ സ്റ്റാൻഡ് അടക്കമുള്ള കുരിശുകളുണ്ട്. നല്ല പാക്കിംഗ് എല്ലാം വന്നത്. നല്ല കുരിശ് ഇവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇത് സെന്റ് ജോർജ് ആണ്. സെന്റ് ജോർജിന്റെ രൂപങ്ങളാണ്. ഒത്തിരി വെറൈറ്റി, ഒത്തിരി ചെറുത് തുടങ്ങി വലുത് വരെ നമുക്ക് കാറിൽ വെക്കാവുന്ന തുടങ്ങി മുകളിലേക്ക് ഒത്തിരി വലുതുണ്ട്. രൂപങ്ങളുണ്ട്, 2 അടി 3 അടി വരെയൊക്കെ ഉള്ളതുണ്ട്. സെന്റ് ജോർജിന്റെ രൂപങ്ങൾ വലിയതും ചെറുതുകളല്ലാണ്ട്. പിന്നെ ഇത് വലിയ രൂപങ്ങളാണ്, 3 അടിയുടെ 3.5 അടിയുടെ ഒക്കെ രൂപങ്ങളാണ്, വലിയ രൂപങ്ങളുണ്ട്. ഇത് ക്യാൻഡിൽ സ്റ്റാൻഡ് ആണ്. അല്ല സോറി, ബൈബിൾ സ്റ്റാൻഡ്. ഇത് ബൈബിൾ സ്റ്റാൻഡിലാണ്. അതിന്റെ വെറൈറ്റികളാണ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ, ഇത് മരത്തിന്റെ, ഇതൊക്കെ മരത്തിന്റെ, ഇത് മരത്തിന്റെ തന്നെയാണത്. ബൈബിൾ വെക്കാൻ പറ്റിയ ബൈബിൾ സ്റ്റാൻഡ്. ഇതും ബൈബിൾ സ്റ്റാൻഡാണ്. അതെ, ബൈബിൾ സ്റ്റാൻഡ് പാക്ക് ചെയ്ത് വെച്ചാണ്. ഇത് നമ്മുടെ സൺഡേ കളക്ഷന് വേണ്ടിയുള്ള ഇതാണ്. മറ്റേ പൈസ സൺഡേ കളക്ഷൻ, നമ്മുടെ കാഴ്ച സമർപ്പണത്തിന് കളക്ട് ചെയ്യാനുള്ള ഇതാണ്, സ്റ്റാൻഡാണ്. അതാണ് പൈസ കളക്ട് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. അത് പള്ളികളിലേക്കുള്ളതാണ്. പള്ളികളിലേക്കുള്ള സാധനങ്ങളും ഇവിടെ, മരമണി തുടങ്ങി ഒത്തിരി ഐറ്റംസ് നമ്മുടെ ഇവിടെ ഉണ്ട്. ഇത് ഇത് നമ്മുടെ ഇൻഫന്റ് ജീസസ് ആണ്. ഇത് വേളാങ്കണ്ണി മാതാവാണ്. വേളാങ്കണ്ണി മാതാവിന്റെ രൂപങ്ങളുണ്ട് ഇവിടെ. വെറൈറ്റി കുറെ രൂപങ്ങളും കാര്യങ്ങളും. പിന്നെ ഇത് നമ്മുടെ ലാസപ്പറിന്റെ ഗിഫ്റ്റ് ഐറ്റം. ലാസപ്പറിന്റെ ഗിഫ്റ്റ് നമുക്ക് ഈ പെരത്താമസത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റുകളാണ്. ഇതൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യണം ചേട്ടാ? ഇത് ഒരു 700 രൂപ 750 രൂപ റേഞ്ചോ ഉള്ളൂ. റേഞ്ചിലാട്ടോ. പിന്നെ അതിന്റെ വേറെ ഇതൊരു വേറെ എംബോസിംഗ് ടൈപ്പ് ആണത്. ഇത് ലാസപ്പറിന്റെ വേറൊരു വെറൈറ്റി ആണ്. ഇനി കാണിച്ചു തരാം. ഇത് കുറച്ചുകൂടി വലിയ സൈസാണ്. നമ്മളെ വീട്ടിൽ ഹാളിലൊക്കെ തന്നെ വെക്കാവുന്ന ഒരു ഇതാട്ടോ. ഇതൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ്? ഇതൊരു 1100 ആണ്. നമുക്ക് റേറ്റ് കുറച്ച് പരമാവധി കൊടുക്കാൻ പറ്റിയ പുതിയ വീടൊക്കെ വെക്കുന്നത്. പുതിയ വീട്, പഴയ വീടുള്ളവർക്കും വീട്ടിലുള്ളവർക്ക് വീട്ടിലെ ഹാളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു രൂപമാണ് ഇത്. ലാസപ്പറിന്റെ ഒരു നല്ല രൂപമാണത്. അങ്ങനെ പിന്നെ ഹോളി കമ്മ്യൂണിയനും ഒക്കെ കൊടുക്കാവുന്ന ഗിഫ്റ്റ് ഐറ്റംസ് നമ്മുടെ ഉണ്ട്. ഹോളി കമ്മ്യൂണിക്കേഷന് കൊടുക്കാൻ പറ്റിയ ഹോളി കമ്മ്യൂണിന് കൊടുക്കാവുന്ന ഗിഫ്റ്റുകളാട്ടോ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ രൂപങ്ങളാണത്. ഇതൊക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണം ചേട്ടാ? ഇതിലൊരു 400 രൂപ തുടങ്ങി മുകളിലേക്ക് ഉണ്ട്. 400 രൂപ മുതൽ മുകളിലേക്ക്. ഇത് കണ്ട ഈശോ വചനം പറയുന്നത് ഒരു ഇതാണിത്. ഇത് ക്രിസ്തുരാജന്റെ രൂപം. ഇത് ഹോളി ട്രിനിറ്റി. പല രൂപങ്ങളും പല ഇതിന്റെ നമ്മൾ സിറാമിക് രൂപം എന്ന് പറയുന്നത് ഇതാണ് സിറാമിക്, ഒറിജിനൽ സിറാമിക് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു നമ്മളെ വസ്തി എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ, ഗ്ലേസിംഗ് തന്നെ കണ്ടില്ലേ?
ഇതൊക്കെ ഗിഫ്റ്റ് എടുക്കുന്ന ഐറ്റം ആണത്. ഇതൊക്കെ ഇന്ത്യൻ അല്ല, ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഐറ്റം ആട്ടോ. നല്ല ഐറ്റംസ് ആണ്. ഒത്തിരി വെറൈറ്റി ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. സെറാമിക്കിന്റെ അതിന്റെ സെന്റ് ജോസഫ് ഉണ്ട്, മാതാവ് ഉണ്ട്, ഇമാക്കുലേറ്റ് ഉണ്ട്, ലൂർദ് മാതാവ് ഉണ്ട്, എല്ലാ വെറൈറ്റി ഉണ്ട്. ഈ ഒരു സെറാമിക്കിൽ വരുന്നത് അതെ 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 ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാവുന്ന രൂപകള്, ഗിഫ്റ്റ് കൊടുക്കാവുന്ന ഐറ്റങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പള്ളിയിലേക്ക് ഹോളി വാട്ടർ, പള്ളിക്കല്ല വീട്ടിലേക്ക് നമുക്ക് ഹോളി വാട്ടറിന്റെ ബോട്ടിലുകളാണത്. പിന്നെ കൊന്ത, അതേപോലെ വലിയ കൊന്ത ഉണ്ട്. ഇത് നമ്മുടെ ഇതിലിടാൻ പറ്റിയത് മാതാവിന്റെ. നമ്മുടെ ഇപ്പോൾ ഈ മാസം ഒക്ടോബർ മാസം അല്ലേ, അതിനുള്ള വലിയ കൊന്തകളുണ്ട്. അതിന്റെ വലിയ കൊന്ത നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തി. അതിന് കുറച്ചും വലുതുണ്ട്. പള്ളികളിലേക്ക് ഉണ്ടായിരുന്നു, അത് ഇപ്പൊ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. ഇത് നമുക്ക് വീടുകളിലേക്ക് വെക്കാവുന്ന വലിയ നമ്പർ 4ന്റെ കൊന്തയാണ്. നമ്പർ 4ന്റെ ഉണ്ട്, 5ന്റെ ഉണ്ട്. ഇതിന് വലിയ മുത്തുള്ളതുണ്ട്. കൊന്തകളാണ്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറയുന്നത് ഒത്തിരി ഗ്ലാസിന്റെ ഉണ്ട്. ഗ്ലാസിന്റെ ഫോട്ടോ ഫ്രെയിമുകളുണ്ട്. കുറേ ഫ്രെയിമുകൾ, ഫോട്ടോ ഫ്രെയിമുകൾ ഇതാ ഇവിടെ ഉണ്ട്. ഫോട്ടോ ഫ്രെയിംസ് ഗിൽറ്റിന്റെ കാണിച്ചിട്ട് ഇത് സെപ്പന്റെ ഒരു ഗിൽറ്റ് ടൈപ്പാണ്. ഗിൽറ്റ് ടൈപ്പ് ഫോട്ടോ ഫ്രെയിം. ഇത് യേശു മറ്റേ ലാസ്റ്റ് വചനം, മറ്റേ നമ്മുടെ മലയിലെ പ്രാർത്ഥന, നമ്മുടെ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാവുന്ന മലയുടെ പ്രാർത്ഥന. ഇത് എത്രയും വരെ സ്റ്റാർട്ട് ചെയ്യണേ? ഇതാവുമ്പോൾ നമുക്കൊരു 1100 ഇതിന്റെ റേറ്റ്. അതിൽ കുറച്ച് കൊടുക്കും. 1100 ആട്ടോ അതിന്റെ റേറ്റ് വരുന്നത്. അതെ, അപ്പോൾ ആ ഒരു രൂപമാണ് ഇവിടെ ഉണ്ട്. സെപ്പർ, നേരത്തെ പറഞ്ഞ ഒരു സെപ്പർ, ലാമിനേഷൻ സെപ്പർ, ഗ്ലാസ് ഇല്ലാത്തത്, ക്യാൻവാസിൽ വന്നേക്കണത്. ഇത് അതതിന്റെ വലുത്. ഇപ്പൊ കണ്ടതിന്റെ കുറച്ചും കൂടെ വലിയ ആണ്. പിന്നെ നമ്മുടെ തേക്ക് ഫ്രെയിമിൽ വരുന്ന SH സെക്രഡ് ഹാർട്ടിന്റെ തേക്കിന്റെ ഫ്രെയിമിൽ വരുന്നത്. ഇത് ഈശോയുടെ കൈ ലൈറ്റ് ഉള്ളതാണ്. രൂപങ്ങൾ അങ്ങനെ. പിന്നെ ഡിവൈൻ മേഴ്സി, ഒത്തിരി സൈസുകൾ വരുന്നുണ്ട്. രൂപങ്ങളുണ്ട് ഇവിടെ. രൂപങ്ങളാട്ടത് ഒത്തിരി വെറൈറ്റി, ഒത്തിരി സൈസുകളും പല പല സൈസുകളും ഉണ്ട് ഇവിടെ. ചെറുത് മുതൽ ഏറ്റവും വലിയ സൈസ് വരെ വരുന്ന. പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് സെന്റ് ജോസഫ്, ഇപ്പോഴത്തെ സ്ലീപ്പിംഗ് ജോസഫ്. പിന്നെ കുരുക്കഴിക്കുന്ന മാതാവ്. സ്ലീപ്പിംഗ് സെന്റ് ജോസഫിന്റെ രൂപങ്ങളാട്ടത് ഇവിടെ ഉള്ളത്. അതിന്റെ ചെറുത് തുടങ്ങി, ചെറുതുണ്ട്, വലിയ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിലെ ഒത്തിരി കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുക. കുരുക്കഴിക്കുന്ന മാതാവ്. ഇതൊക്കെ എത്ര റേറ്റ് സ്റ്റാർട്ട് ചെയ്യണേ? ഇതൊരു 550. ഇത് ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് റേറ്റ്. മറ്റേ ഇന്ത്യൻ ആകുമ്പോൾ ഇതിലെ റേറ്റ് കുറവാണ്. 550 ആ റേഞ്ച്. സെന്റ് ജോസഫ് അതുപോലെ തന്നെ ഇത് കാറിൽ വയ്ക്കാവുന്ന രൂപമുണ്ട്. ഇതിന്റെ കാറിൽ വയ്ക്കാവുന്ന രൂപമുണ്ട്. ഡാഷ്ബോർഡിൽ വയ്ക്കാവുന്ന രൂപമുണ്ട്. ഇത് സെന്റ് ജോസഫിന്റെ ഉണ്ട്. സെന്റ് ജോസഫിന്റെ ചെറുതുണ്ട്. ഡാഷ്ബോർഡിൽ വയ്ക്കാവുന്ന അതിന്റെ ചെറുതുണ്ട്. പൊടി രൂപങ്ങളുണ്ട്. കുഞ്ഞു രൂപങ്ങളുണ്ട് കേട്ടോ. അതാണ് ഇത്. പിന്നെ കുഞ്ഞു ഫോട്ടോസ്. പിന്നെ ലാമിനേഷൻ ഫോട്ടോസ്, നമുക്ക് പൊട്ടാത്ത, നമുക്ക് ഗൾഫിലേക്ക് യൂറോപ്പിലേക്ക് കൊണ്ടുപോകാനാവുന്ന പറ്റുന്ന ലാമിനേഷൻ ഫ്രെയിംസ്. ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഉണ്ട് നല്ല വെള്ള ലാമിനേഷൻ ഫ്രെയിംസുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇത് പിന്നെ യേശുവിൻ്റെ രൂപങ്ങളുടെ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ. പിന്നെ LED ലൈറ്റ്സുകളുണ്ട്. ക്യാൻഡിലിൻ്റെ LED ലൈറ്റുകൾ. ക്യാൻഡിലിൻ്റെ LED ഇങ്ങനെ അനങ്ങുന്നുണ്ടല്ലോ, കത്തുന്ന പോലെ ഭംഗിയത് കണ്ട അനങ്ങുന്നുണ്ട്. ഇതൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യണം ചേട്ടാ? ഇതൊരു 15 തുടങ്ങി ഒരു 150-200 വരെ ഉള്ളതൊക്കെ ഉണ്ട്. പല പല വെറൈറ്റിയാണ് കേട്ടോ ഇവിടെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കും, മെഴുകുതിരി കത്തുന്ന പോലെ കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ LED ലൈറ്റുകൾ, മെഴുകുതിരികളുടെ LED ലൈറ്റുകൾ കുറേ ഉണ്ട്. ഇത് അതാ അത് ഈ ടൈപ്പ് മെഴുകുതിരിയുടെ വേറെ ചെറുതാണെന്ന് തോന്നുന്നല്ലേ? ഇത് വേറെ ടൈപ്പ്. ഇതിൽ ഇടണം, മറ്റേ ബാറ്ററി ഇടണം. അതുകൊണ്ട് ഇത് പല പല ടൈപ്പ് അങ്ങനെ മെഴുകുതിരികളുടെ ലൈറ്റ്, LED ലൈറ്റുകൾ പല പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അതുണ്ട്. പിന്നെ ഇത് മറ്റേ സെബസ്ത്യാനോസ് പുണ്യവാളന് നമ്മുടെ പെരുന്നാൾ. നമുക്ക് ഒരു 1 അടി തുടങ്ങി, അല്ല ഒരു 8 ഇഞ്ച് തുടങ്ങി 6 ഇഞ്ച് തുടങ്ങി
മുകളിലേക്ക് ഒരു 4-5 അടി വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സബ്സ്റ്റാൻസ് പുണ്യാളുടെ രൂപങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ പൈപ്പുകളുടെ ഒരു വെറൈറ്റികളാണ്. ഇത് പരിഷ്കരിച്ച പൈപ്പിള്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൈപ്പിളാണത്. നമ്മൾക്കിപ്പോൾ പൈപ്പിളിനെ നമ്മുടെ നിലവിലുള്ള പൈപ്പിളിനെ പരിഷ്കരിച്ച് ഇറങ്ങിയ പതിപ്പാണ്. അന്ന് കൂടെ സ്റ്റോക്ക് ഉണ്ട്. പൈപ്പിളുകളുടെ പുതിയ പരിഷ്കരിച്ച പൈപ്പിളാണ് ഇത്. നമ്മുടെ ഓർഡിനറി പൈപ്പിള്, സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഓർഡിനറി ടൈപ്പ്. ഇത് ചെറിയ അക്ഷരം ആണ് ഇതിൽ വരുന്നത്. ഓർഡിനറി പൈപ്പിളാണ്. അതിന്റെ വലിയ അക്ഷരം പൈപ്പിളാണ്. വലിയ അക്ഷരം പൈപ്പിളാണ്. വലിയ അക്ഷരം വരുന്ന പൈപ്പിളാണ് ഇത്. ഈ നമ്മൾ നേരത്തെ കണ്ടതിന്റെ വലിയ അക്ഷരമാണ് പൈപ്പിളാണ് ഇത്. പിന്നെ കുട്ടികളുടെ ബൈബിള്, കുട്ടികളുടെ ബൈബിളല്ല, പോക്കറ്റ് ബൈബിള്. പോക്കറ്റ് ബൈബിൾ ഉണ്ട്. ബൈബിള് ഇത് ഇംഗ്ലീഷ് പോക്കറ്റ് ബൈബിള്. ഇംഗ്ലീഷ് പോക്കറ്റ് ബൈബിളാണ് ഇത്. ഇത് ഇംഗ്ലീഷ് ബൈബിള്. ഇത് ഇംഗ്ലീഷ് ബൈബിളാണ്. ഇംഗ്ലീഷ് ബൈബിളാണ് കേട്ടോ. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ട് ഇവിടെ. ഇത് ഗിഫ്റ്റ് ബൈബിള്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ബൈബിളാണ്. ഗിഫ്റ്റ് ബൈബിളുകളുണ്ട്. ഇതിന്റെ സൈഡിൽ ഗോൾഡ് ഇത് വന്നത്, മറ്റേ നമ്മുടെ പേപ്പറുകളിൽ ഗോൾഡ് ഫിനിഷിങ് വന്നിരിക്കുന്ന. റേറ്റ് ഇതൊരു 690 ആ റേഞ്ചിലേക്ക്. ഇത് നമ്മുടെ ലേഖനങ്ങള് പള്ളിയിലെ മറ്റേ ഓൾഡർ ബോയ്സ് വായിക്കുന്ന ലേഖനങ്ങൾ. ഇത് സുവിശേഷങ്ങളുണ്ട്. ഇത് പുതിയ നിയമം. പുതിയ നിയമം എന്ന് പറഞ്ഞത് മറ്റേ നമ്മുടെ ലേഖനങ്ങളും സുവിശേഷങ്ങളും കൂടിയിട്ടുള്ള ബൈബിളാണ്. ഇത് ആൻസർ ബൈബിള്. നമ്മുടെ ഡിവൈൻ ഇറക്കുന്ന ആൻസർ ബൈബിളാണ്. ആൻസർ ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ തന്നെയാണത്. നമ്മുടെ ഇംഗ്ലീഷിലുള്ള ആൻസർ ബൈബിളാണത്. ചിലവർ ഇത് വായിക്കാനായിട്ട് ഇതാണ് ചിലർ ഉപയോഗിക്കുക. ബൈബിളിന്റെ നല്ല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. കുറെ വെറൈറ്റി ബൈബിളുണ്ട് ഇവിടെ. എല്ലാം POCയുടെ ബൈബിളുകൾ തന്നെയാണ്, വേറെ ബൈബിളൊന്നുമില്ല. ഇത് വചനപ്പെട്ടിയാണ്. വചനപ്പെട്ടി തിരുവചനങ്ങളുടെ കുറച്ചും കൂടിയും എണ്ണം കൂടിയ ഐറ്റം ആണത്. തിരുവചനങ്ങളാട്ടത്. റേറ്റ് എത്ര തന്നെ? ഇത് ഒരു 35 രൂപ വരും. 30 രൂപ വരും. 35-30 തിരുവചനങ്ങളുടെ പെട്ടികളാണ് കേട്ടത് ഇത് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് തിരികളാണ്. ക്യാൻഡിൽസ് ക്യാൻഡിൽസ് പള്ളികളിലേക്ക് നമ്മൾ ഗ്രോട്ടലിലേക്ക് എത്തിക്കാവുന്ന ചെറിയ ക്യാൻഡിൽസ് തുടങ്ങി എല്ലാ വെറൈറ്റി നമ്പർ ക്യാൻഡിൽസ്, നമ്പറിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ പിരിയൻ ടൈപ്പ് ഉണ്ട്. ക്യാൻഡിൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ കളർ ഇത് നമ്മുടെ കൃപാസനത്തിൽ ഉപയോഗിക്കാവുന്ന ക്യാൻഡിലുകളാണ് ഇത് കേട്ടോ. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ വാക്സ്, മറ്റേ സ്മെല്ല് വരുന്ന നല്ല സ്മെല്ല് വരുന്ന ക്യാൻഡിൽസ് ആണത്. റേറ്റ് വരുന്നത് പോപ്പുലറിൻ്റെ ആണത്. പോപ്പുലറിൻ്റെ ഒരു 130 രൂപ വരുന്നതാണ്. അതൊരു 120 രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ്. അതിൻ്റെ തന്നെ ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് പിരിയന്തിരിയാണ്. ഇത് നമ്മുടെ ഈ പെരുന്നാളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പുരതാമസത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന തിരികളാണ്. അതിൻ്റെ ചെറു തുടങ്ങി വലുത് 3-4 ടൈപ്പ് ഉണ്ട്. 3-4 സൈസ് ഉണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഗ്ലോബിലേക്ക് ഉപയോഗിക്കാവുന്ന, പള്ളികൾക്ക് ഉപയോഗിക്കാവുന്ന, വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒത്തിരി തിരികളുണ്ട്. വലിയ തിരികളാണ്. ഒത്തിരി തിരികളുണ്ട്. പിന്നെ ഇത് ജൽത്തിരിയാണ്. ജെല്ലാണ് കണ്ട. ജെല്ലിന്റെ തിരികളാണ് കണ്ട. ഇത് എത്ര റേറ്റ് ജെല്ലിന്റെ തിരി? ഇത് നമുക്ക് വരുന്നത് 85 രൂപ. ജെല്ലിന്റെ പോപ്പുലറിന്റെ ജെല്ലിന്റെ തിരിയുണ്ട്. ജെല്ലിന്റെ വാക്സിന്റെ തിരികളുണ്ട്. ഇത് വാക്സ് ആണ്. ഇത് നല്ല സ്മെല്ലുള്ള വാക്സിന്റെ 70 രൂപ വരുന്നതാണ്. ഇതിൽ MRP 70 രൂപയാണ്. പക്ഷെ അതിൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലുള്ളതാണ്. ഇത് അതിന്റെ ജെല്ല്, ജെല്ലിന്റെ തിരികളാണ്. അതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. നമുക്ക് യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ജെല്ലിന്റെ തിരികളാണ്. ഇത് എത്ര പറഞ്ഞ റേറ്റ്? ഇത് 100 രൂപയാണ് വരുന്നത്. പക്ഷെ നമ്മൾ അതിന് കുറച്ച് കൊടുക്കുന്നുണ്ട്. പോപ്പുലറിന്റെ ആണത്. കമ്പനി ഐറ്റം ആണ് അതൊക്കെ. നല്ല കമ്പനി ഐറ്റംസ് ജെല്ലിന്റെ ഒക്കെ തിരികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ചെറിയ തിരികൾ, നമ്മുടെ കുഴിമാടത്തിൽ കത്തിക്കാവുന്നതും ചെറിയ ഗ്ലോബിന്റെ ഉള്ളിൽ വയ്ക്കാവുന്ന തിരികളാണ്. പിന്നെ ഇത് പില്ലർ ക്യാൻഡിൽസ് എന്ന് പറയാം. അതിന്റെ ചെറു തുടങ്ങി
വലുത് വരെയുണ്ട്. പില്ലർ ക്യാൻഡിൽസ് ആട്ടോ. ഇതൊക്കെ എത്ര സ്റ്റാർട്ടിങ് റേറ്റ്? ഇത് ഒരു വരുന്നത് നമുക്ക് വരുന്നത് ഒരു 200 രൂപ തുടങ്ങി മുകളിലേക്കുണ്ട്. 200 രൂപ മുതൽ മുകളിലേക്കുണ്ട്. ഇതിൻ്റെ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ ഷേപ്പ് ആ ഡെക്കറേറ്റീവ് തിരികെ കാണിച്ച് നമുക്ക് ഇത് തലയിലിരിക്കുന്നത് സ്ക്വയർ ഷേപ്പ് അതിൻ്റെ തിരിയാണ് കേട്ടോ. ഇത് തിരികൾ കുറേ വെറൈറ്റി പല പല എല്ലാ ടൈപ്പ് തിരികളും. പിന്നെ നമ്മുടെ മാമോദിസയ്ക്കും ഹോളി കമ്മ്യൂണിയനൊക്കെ കൊടുക്കാവുന്ന തലയിൽ വയ്ക്കാവുന്ന തിരികൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് കാണിക്കാം. ഇതെടുത്ത് തലയിൽ റിങ്, ഇതാണ് അതിൻ്റെ തിരികൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന തിരികളാണ്. ഇത് ആവശ്യക്കാർക്ക് ആ സൈസിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് എത്ര വരുന്നത് ഇതിൻ്റെയൊക്കെ? നമുക്ക് ഇതൊരു 250 രൂപ 300 രൂപ ആ റേഞ്ചിൽ, അത് തിരിയുടെ സൈസ് അനുസരിച്ച് റേറ്റ് വരുന്നത്. ഇതാണല്ലോ നേരത്തെ പറഞ്ഞ ജെല്ല്, ജെല്ലിന്റെ തിരികള്, ജെല്ലിന്റെ കളർ പറഞ്ഞ നേരത്തെ ജെല്ലിന്റെ തിരികള്. ഇത് വാക്സിന്റെ തിരികൾ. ഇതേനാ ഇത് നമ്മുടെ ഹോളി കമ്മ്യൂണിയനും മാമോദിസയ്ക്ക് ഉപയോഗിക്കാവുന്ന തിരികള്. അതിന്റെ കിരീടം, ഇത് ഹോളി കമ്മ്യൂണിയന് ലേഡീസിന്റെ ജെൻസിന്റെ വേറെ ഉണ്ട്. അങ്ങനെ പല പല കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഐറ്റം ആണ്. ഇതൊക്കെ എത്ര സ്റ്റാർട്ടിങ് റേറ്റ്? ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് 400 450 ആ റേഞ്ചിന്റെ ഒക്കെ ഉണ്ട്. ഓക്കെ. ഇത് പുറത്ത് എത്ര വില വരുന്നത്? 600 രൂപ വില വരുന്നതാണ് ഐറ്റം ആണ്. അതൊക്കെ ഇത് 300 350 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റം ആണ്. അത് തിരിയുടെ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും, ചെറുതിന് ഡിസൈൻ അനുസരിച്ച്. അപ്പൊ ഏത് ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്തു കൊടുക്കും. നമ്മള് ഏത് ഡിസൈൻ വേണമെങ്കിലും അവർ ചെയ്തു കൊടുക്കും കേട്ടോ. ഇത് ലേഡീസിന് ലേഡീസിന് പറ്റിയ ഇതെടുത്താൽ മറ്റേ നമ്മുടെ അപ്പം ലേഡീസിന് പറ്റിയ വെറൈറ്റി തിരികൾ, അങ്ങനത്തെ തിരികൾ ഹോളി കമ്മ്യൂണിക്കേഷനും ഹോളി കമ്മ്യൂണിയന് പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളികളിലേക്കുള്ള ഓസ്തി അത് ഇവിടെ കിട്ടുന്നതാണ്. പള്ളികളിലേക്ക് ഓസ്തികൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരി നമ്മൾ ഇവിടെ തന്നെ പോകുന്നുണ്ട്. ഓസ്തി കൊണ്ടേ ഓസ്തി വലിയ ഓസ്തിയും കൊണ്ടോ. ഓസ്തി നമുക്കിവിടെ ആവശ്യക്കാർക്ക് പള്ളികളിലേക്ക് വേണ്ടിയിട്ടുള്ള ഓസ്തി നമുക്ക് ഈ കുർബാനയ്ക്ക് കാഴ്ച സമർപ്പണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ പള്ളികളിലേക്ക് ഉപയോഗിക്കാനായിട്ടും കപ്പിയാർ അച്ഛന്മാരൊക്കെ ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. ഇവിടെ കൊടുക്കുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ പ്രൈസ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് 120 ആണ് ചെറിയ ഓസ്തി. ഇത് 40 രൂപയാണ് വലിയ ഓസ്തി. 40 ആണ് വരുന്നത്. നമുക്ക് പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് പ്ലാസ്റ്റിക്കിന്റെ അതൊരു 35 രൂപ തുടങ്ങി മുകളിലേക്ക് ഉണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവേഴ്സ് രൂപങ്ങൾക്ക് അടുത്ത് വെക്കാൻ പറ്റിയതും ഒരു ബുക്കുകളിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവേഴ്സുകൾ ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് വെറൈറ്റി പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇത് മുല്ലപ്പൂവിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഉണ്ട് ഫ്ലവേഴ്സ്. പിന്നെ ഇവിടെയും കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ വലിയ ഫ്ലവേഴ്സുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രൂപക്കൊടുമ്പൊക്കെ വെക്കാൻ പറ്റിയ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവേഴ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് 35 രൂപ തുടങ്ങി ഒരു 500-600 രൂപ വരുന്നുണ്ട്. 35 രൂപ മുതൽ 500. പിന്നെ പുറത്ത് മറ്റേ നമ്മുടെ മറ്റേ റൂമുകളിൽ വയ്ക്കാൻ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വലിയ വലിയ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും മറ്റേ ചെടികളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാ ടൈപ്പും ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ചേട്ടാ ഈ സ്റ്റോളിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബസ്സിന് വരികയാണെങ്കിൽ സൗത്തില് പള്ളി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന വഴി അല്പം നടന്നു കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ പള്ളിയുടെ പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിന്റെ ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ബുക്ക് സ്റ്റാൾ എന്നാണ് പള്ളിയുടെ, നമ്മുടെ ചാലക്കുടി പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ സ്റ്റാള്. അപ്പൊ എല്ലാ ടൈപ്പ് രൂപക്കൂടുകളും രൂപങ്ങളും നിങ്ങൾക്ക് വീടുകളിലേക്കുള്ള പ്രയർ റൂമിലേക്ക് വെക്കാവുന്ന എല്ലാ ഐറ്റംസ്, ചെടികള്, മെഴുകുതിരികള്, കൊന്തകള്, എല്ലാ ബൈബിള് ബുക്കുകൾ എല്ലാം ഈ ഒരു ബുക്ക് സ്റ്റാളിലുണ്ട്. അപ്പോൾ ഇവരുടെ ലൊക്കേഷനും നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ഹോൾസെയിൽ റേറ്റിനാണ് അപ്പോൾ ഇവിടെ എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ, നമ്മുടെ ചാലക്കുടിയിലുള്ള എല്ലാവർക്കും നമുക്ക് സാധനങ്ങളൊക്കെ രൂപങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു
ഒരു ഷോപ്പ് തന്നെയാണത്. അപ്പോൾ ചേട്ടാ താങ്ക് യു എടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സെന്റ് മേരീസ് ബുക്ക് സ്റ്റാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരിട്ട് കാണാം. എല്ലാ കസ്റ്റമേഴ്സും ഇത് കാണുന്ന എല്ലാവരും ഇവിടെ വരണമെന്നാണ് ഞാൻ ഇവിടെ വരാൻ വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് വരാൻ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ചേട്ടാ താങ്ക് യു. ഓക്കെ താങ്ക് യു. ബൈ ബൈ.